പരലോകത്ത് പേടിക്കേണ്ടതില്ല. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം അവന് പേടിക്കണ്ട, അവന് പ്രയാസപ്പെടണ്ട, അവന് ടെൻഷൻ അടിക്കണ്ട. അവിടെ കടന്നുകൊണ്ട് എല്ലാവരും നിലവിളിക്കുന്ന ദിവസം നഫ്സി 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 നഫ്സിയാ പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എല്ലാവരും അവിടെ കിടന്ന് പരക്കം പായുകയാണ്. യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ പഠിക്കണം സഹോദരാ. രാജവനെ, ഇന്നത്തെ സൂര്യന്റെ ചൂട് വൈകുന്നേരം 8 മണി കഴിഞ്ഞു. ഈ സമയത്തും 12 മണിക്ക് ഉദിച്ചിരുന്ന സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശരീരമൊക്കെ വിയർത്തിങ്ങനെ ഒഴുകുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നു. ഒരു കാറ്റ് പോലും അടിക്കുന്നില്ലല്ലോ. മണ്ണിൽ നിന്ന് പോലും ഇങ്ങനെ വല്ലാത്ത ഒരു ചൂടിങ്ങനെ അടിക്കുകയാണ്. ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. എല്ലാവരും പ്രയാസത്തിലാണ്. ഒന്ന് ഫാനിട്ടിരുന്നെങ്കിലോ കാറ്റടിച്ചിരുന്നെങ്കിലോ കിട്ടുമായിരുന്നല്ലോ. എഴുതിയിട്ട് വളരെ പ്രയാസത്തിൽ ഈ മജ്‌ലിസിലിരിക്കുന്നവരോട് ഒന്നുമല്ല സഹോദരാ, ഇതൊന്നുമല്ല സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല. ഒരാളും വസ്ത്രം ധരിച്ചിട്ടില്ല. എല്ലാവരും നഗ്നരായിട്ട് ചെരുപ്പിടാതെ ഈ ഭൂമിയുടെ മുകളിലല്ല, ചെമ്പിന്റെ തറയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ആ ഭയാനകമായ ദിവസത്തിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ ജനങ്ങൾ മുഴുവനും കടന്ന് നിലവിളിക്കുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ, വീട്ടില് ചോറ് വെക്കുന്ന സമയത്ത് ആ ചോറിങ്ങനെ പാത്രത്തിനകത്ത് കിടന്ന് തിളച്ചു മറിയുന്നത് നീ കാണുന്നതാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ആ ചോറിന് പകരം നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, സഹിക്കാൻ കഴിയാതെ ആ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചൊലി വരുന്ന ഒരു ദിവസമുണ്ട്. ചൂടുള്ള നാളുണ്ട്, യാമനാളാ. ചുരുക്കി പറഞ്ഞാൽ വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കൊള. മഹാനായ തഴവ ഉസ്താദ് പറയുന്നുണ്ട്, ഈ പഴയ ആൾക്കാർക്കറിയാം, മണ്ണിൽ നിന്നൊരു കട്ട ഇങ്ങനെ ഉണ്ടാക്കും. ആ കട്ട കൊണ്ടുവന്ന് കുറച്ചു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ ചൂള പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പച്ച വിറകിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ കളറ് മാറ്റും. ഒന്നുമല്ല എന്നാ പറയണേ. എടോ, പണ്ട് കാളവണ്ടി കണ്ടിട്ടുണ്ട്, ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാള. ഇവിടെ എന്തോ ആ വണ്ടിക്ക് എന്ത് പറയപ്പാ? മനസ്സിലായില്ല, അത് മതി, ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റണ്ട. ആ വണ്ടി ഇങ്ങനെ ചുമട് മാർക്കറ്റിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വായിൽ കൂടെ ഇങ്ങനെ പതയും നൊരയും ഇങ്ങനെ പോവും. ഇതുപോലെ നാളെ പരലോകത്ത് വരിക. നമ്മൾ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് ഇങ്ങനെ ഉരുകണ ഒരു ദിവസമുണ്ട്. ഇതൊന്നും കഥയല്ലട്ടാ, ഇത് ഖുർആൻ പറഞ്ഞതാ, ഹദീസ് പറഞ്ഞതാ. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് അവനവൻ്റെ കാര്യം ഓർത്തിട്ട് പൊട്ടിക്കരയണ ദിവസം. നിങ്ങൾ ആലോചിക്ക്, ആദം നബി അന്ന് കരയുന്ന. പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ആദി പിതാവായ ആദം നബി അലൈഹിസ്സലാം, ആദം നബിയുടെ മുന്നിൽ എല്ലാവരും കൂടെ ചെന്നിട്ട് പറയും, നിങ്ങൾ അള്ളാഹുവാ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹൂതിയത്, നിങ്ങളാണ് ആദ്യത്തെ മനുഷ്യൻ. ഉപ്പാപ്പ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തും.